ഇപ്പോൾ നമ്മൾ പോസ്റ്ററിൽ കാണുന്നത് ഹണി റോസിൻ്റെ സിനിമാ വിതരണത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറി എന്നുള്ളതാണ്. അപ്പോൾ ഗോകുലം മൂവീസ് ഒരുപാട് സിനിമ നിർമ്മിക്കുന്നുണ്ട്, ഒരുപാട് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹണി റോസും ബോബി ചെമ്മണ്ണൂറുമായിട്ടുള്ള വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആന്തരികമായിട്ടുള്ള മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. ബോബി ചെമ്മണ്ണൂർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, നടി പരാതി കൊടുത്തു. ഇത്ര നാളും ആരും പരാതി കൊടുക്കാത്തതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു നിയമ നടപടിയും സർക്കാർ സ്വീകരിക്കാഞ്ഞത്. അവസാനം പരാതി ഫലിച്ചു, അദ്ദേഹം ജയിലിൽ പോയി, അദ്ദേഹം മടങ്ങി വന്നു. അതിൻ്റെ പ്രതിഫലനം കുറേയേറെ നാളത്തേക്ക് ആ നടിക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പണക്കാരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളവരാണ്. അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അത് ലൈവായിട്ടല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്നതൊക്കെ ഈ വിഷയം ഉൾപ്പെട്ടിട്ട് സംസാരിക്കുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതം ആ നടിക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അവരവരുടെ കഞ്ഞിയിൽ പാറ്റയിടുകയാണ് ചെയ്തത്. ഇത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലനം അങ്ങനെയാണ് വരുന്നത്. ഇനി ഓരോ ദിവസം കഴിയുന്നവരും മാത്രമല്ല, ബോബി ചെമ്മണ്ണൂറിൻ്റെ മകൻ സിനിമയിൽ സംവിധായകനാണ്. അദ്ദേഹം കേരളം അറിയപ്പെടുന്ന വ്യവസായി ആണ്, വ്യാപാരിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഒരു വർഷം 4000 കോടി പ്ലസ് അദ്ദേഹത്തിന് വരുമാനം തന്നെയുണ്ട്. അപ്പോൾ കേരളത്തിലെ വാണിജ്യ മേഖലയിൽ എത്രമാത്രം സ്വാധീനമുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പണക്കാരും രാഷ്ട്രീയക്കാരും പ്രത്യക്ഷമായും പരോക്ഷമായും അദ്ദേഹത്തിനെ സഹായിക്കുന്നവരായിരിക്കും, അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അതങ്ങനെ തന്നെയാണ്. ഹണി റോസ് എന്ന നടി എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം ഒരു സിനിമാടി മാത്രമാണ്. അവർക്ക് സിനിമയിൽ നിന്നുള്ള വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ കുറേ പ്രൊമോഷണൽ വീഡിയോസൊക്കെ ചെയ്ത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ. അവരെക്കാട്ടൊക്കെ എത്രയോ മുതിർന്ന ആളാണ് ഈ പറഞ്ഞിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് സിനിമാ വിതരണത്തിൽ നിന്ന് പിന്മാറാനുള്ള ഗോകുലം ഗോപാലൻ്റെ നീക്കം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കാണാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇത്ര നാളും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അങ്ങനെ പിന്മാറാൻ എന്താ കാരണം? പെട്ടെന്ന് കാരണം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തെങ്കിലും പൊട്ടിനായം പറഞ്ഞിട്ട് അവർ പിന്മാറിയ ആണെങ്കിൽ തന്നെയും അതിൻ്റെ പുറകിൽ ഇതിൻ്റെ ഒക്കെ വിഷയങ്ങളാണ്. അപ്പോൾ ഇതാണ് വലിയ വലിയ ആളുകൾക്കെതിരെ ശബ്ദിച്ചാൽ, അവർക്കെതിരെ പണിതാൽ ഉണ്ടാകുന്ന ദുർഘട പ്രതിസന്ധി ഇതാണ്.